ആഷ്ലി, എന്നെ നോക്കാനാ പറഞ്ഞത്. എന്ത് എന്നോട് നീ പറയാതെ? നീ എന്താണ് പറഞ്ഞത്? എന്റെ പൊന്നുമോനല്ലേ നീ? ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇപ്പോ നീ ഒരു കഴിവുകെട്ട വെറും ഒരു കുരുടൻ മാത്രമാണ്. ഇതെന്താ തമാശയാണെന്ന് കരുതിയോ ആഷ്ലി? നിനക്ക് എങ്ങനെ തോന്നി ഇതുപോലൊരു കഴിവുകെട്ടവനെ 7-ലെടുക്കാൻ ഞാൻ സമ്മതിക്കുന്നു? ആഷ്ലി, നീ അവനെ നോക്കാതെ ഇങ്ങോട്ടേക്ക് നോക്കടി. മൈ ആഷ്ലി, എന്നെ നോക്കാനാ പറഞ്ഞത്. സോറി. സ്റ്റാർലൈറ്റ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നുണയാണ്. അതെ, ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. അത് മാത്രമല്ല, ഞാൻ നിങ്ങളെ പോലെയല്ല. ഞാൻ കരുത്തുള്ളവനാണ്, ബുദ്ധിശാലിയാണ്. ഞാൻ ബെറ്ററാണ്. ഞാൻ നിങ്ങളെക്കാൾ ബെറ്ററാണ്. എപ്പോഴും എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ വീര്യമായ ഒരു കൊച്ചുകുട്ടിയല്ല. ആദ്യം ഞാൻ എന്തിനാണ് ക്ഷമ ചോദിക്കേണ്ടത് പറയും. വേഗം പരസ്യത്തിലേക്ക് മാറ്റ് റോജർ, വേഗം പരസ്യത്തിലേക്ക് മാറ്റ്. റോജർ, എനിക്ക് മതിയായി. ക്ഷമ ചോദിച്ച് എനിക്ക് മതിയായി. എനിക്കുണ്ടായ കഴിവിന്റെ പേരിൽ പഴി കേൾക്കുന്നത് മതിയായി. നിങ്ങൾ എല്ലാവരും ഞാൻ ഇന്നത്തെ പോലെ ഒരു മനുഷ്യനായതിൽ ആ ദൈവത്തോട് നന്ദി പറയണം. കാരണം നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ട്. നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ വേണം. അത് നിങ്ങൾക്കും അറിയാം. നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ ഞാനാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളല്ല റിയൽ ഹീറോസ്. ഞാനാണ് റിയൽ ഹീറോ. ഡീപ്പ്, ഇത് നിനക്കുള്ളതാണ്. എനിക്ക് ബോയ്. താങ്ക് യു സർ. വണ്ടർഫുൾ. ഇത് ഷെഫിന്റെ സ്പെഷ്യലാണ്. ഇതൊരു സൗത്ത് കൊറിയൻ ഡെലിക്കസിയാണ്. ഇത് തിമോത്തിയാണ്. ഓ മൈ ഗോഡ്, ഈ തിമോ എൻ്റെ ഫ്രണ്ടാ. എനിക്ക് അവനെ കഴിക്കാൻ പറ്റില്ല. ഞാൻ അവനെ കഴിയും ഡീപ്പ്. തിമോത്തിക്ക് ഭയങ്കര സ്വാദാണ്. അവനവൻ്റെ ജീവന് വേണ്ടി എന്നോട് കെഞ്ചുന്നുണ്ട്. അവന് കുട്ടികളുണ്ട്. ഹേ ഡീപ്പ്, എന്താ? മര്യാദയ്ക്ക് തിമോത്തിയെ കഴിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. നല്ല സ്വാദായിരുന്നില്ലേ? നിനക്കറിയായിരുന്നോ എൻ്റെ അച്ഛൻ ഇത്രയും കാലം ജീവനോടുണ്ടായിരുന്നെന്ന് അറിയായിരുന്നില്ലേ? എന്താ എന്നോട് നീ പറയാതിരുന്നത്? നീ എന്താ കുടിക്കുന്നത്? ഷേക്ക് ഷാക്ക്. ഓ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ PA വിളിക്കാം. ഓ വേണ്ട വേണ്ട, നന്ദിയുണ്ട്. ആ
നിനക്കവിടെ എക്സ്ട്രാ വിപ്ഡ് ക്രീം കിട്ടിയത് ഞാൻ കണ്ടിരുന്നു. വളരെ രുചികരം. പറ്റാവുന്നത്ര ഫാറ്റുള്ള ഫുഡ് കഴിക്കാനാണ് നിനക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു. ആ തെറ്റായിട്ട് ഞാൻ എന്തേലും നീ ബ്രേക്ക് റൂമിൽ വെച്ച് 2 ഡസൻ കപ്പ് കേക്കുകൾ എടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടില്ലെന്നാണോ നീ കരുതിയത്? രാത്രി മിറോയുടെ ട്രഫിൾ റിസോർട്ട് 9 തവണ കഴിച്ചു അല്ലേ? അത് പിന്നെ എനിക്കൊരു ദിവസം 30,000 കാലറീസ് വേണമെന്ന് അറിയില്ല. പക്ഷെ നീ ഓടുമ്പോൾ അത് വേണമായിരിക്കും. പക്ഷെ ഇപ്പോൾ വെറുതെ തിന്നുകൂട്ടുകയാണ്. ഇത് നമുക്കെല്ലാം നാണക്കേടാണ്. വേഗതയേറിയ മനുഷ്യൻ എന്തൊരു കോമഡിയാണെന്ന് നോക്കണേ. കഷ്ടം. നീ എന്താ പറഞ്ഞേ? ഒന്നുമില്ല. സോറി. ഓ കോപ്പ്. ഐ എം സോ സോറി. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. സോറി. റയാൻ, ഇവിടെ വാ. ഇല്ല, അവൻ എന്റെയാ. ഇവന് വേണ്ടി ഇനി നിന്റെ ജീവൻ കൊടുക്കോ? നിന്റെ ഭാര്യയെ കൊന്ന ഇവനെ കൊണ്ടുപോയിട്ട് നിനക്ക് എന്തിനാ? ഞാൻ വാക്കുകൊടുത്തു. ഇനി ഞാൻ കാക്കില്ല. ശരി, എനിക്കറിയാം ഈ ഡീപ്പിന്റെ കാര്യം സിംഗിൾ ലേഡീസിന്റെ അടുത്ത് പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് നീ ചെയ്തത്, ശരിയല്ലേ? പക്ഷേ സത്യത്തിൽ ഇവിടെയുള്ള എല്ലാ ക്രിമിനൽസിന്റെയും സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് നീ ചെയ്തത്. അങ്ങനെ ദി 7-ൽ 2 പേർ കുറഞ്ഞു. ഇതെല്ലാം നീ വന്ന് ചേർന്നതിൽ പിന്നെയാണെന്നറിഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഇനി ഒരു ചോദ്യമുണ്ട്, ഞങ്ങളിൽ ആരാണ് അടുത്തത്? ഞാൻ ആർക്ക് വേണ്ടിയും ഒന്നും ചെയ്തിട്ടില്ല. മതി, നമ്മളൊരു പ്രത്യേക ബ്രീഡാണ് കുട്ടി. ദൈവാനുഗ്രഹത്തിന്റെ പ്രകാശത്താൽ തിളങ്ങുന്നവരാണ് നമ്മൾ. പക്ഷെ നീ ഈ ദുഷ്ടന്മാരെല്ലാം സഹായിക്കുകയായിരുന്നില്ല ഇതുവരെ. അതും ഞങ്ങൾക്കെതിരെ പൊരുതാ. നീ ഇനി ഒരക്ഷരം എന്റെ മുന്നിൽ മിണ്ടി പോരുത്. എന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ എന്തായിരിക്കും നീ നിന്നെ ചെയ്യുക? നിനക്കൊരു കാര്യം അറിയൂ, ഇതൊക്കെ ഓർത്ത് എനിക്ക് ദുസ്വപ്നം വരുമായിരുന്നു. പക്ഷെ നിനക്ക് അത് ഓർമ്മ പോലുമില്ല. എന്ത് തമാശയാണല്ലേ? ഒരേ സംഭവത്തെക്കുറിച്ച് ആളുകൾക്ക് ഇത്ര വ്യത്യസ്തമായ ഒരു ഓർമ്മയുള്ളത്, ശരിയല്ലേ? ഇതൊക്കെ ഓരോരുത്തരെയും പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും. ഹേയ് ഫ്രാങ്ക്, ഇതാണ് എൻ്റെ ലാസ്റ്റ് ഷോട്ട്. നീ ഇത് അകത്ത് പോയി നിന്ന് കാണാം. ജോൺ, നമുക്കൊന്ന് ഹോംലാൻഡർ. വേഗം ഓവനിൽ കയറി ഫ്രാങ്ക്. പ്ലീസ്. നീ കയറുന്നുണ്ടോ അതോ നിന്റെ ഫാമിലിയെ കൂടി അകത്തേക്ക് കയറ്റണോ? പ്ലീസ് ഹോംലാൻഡർ, ഇങ്ങനൊന്നും ചെയ്യരുത്. ആട്രി, ഇറ്റ്സ് ഓക്കേ. എന്റെ പൊന്നു മോനല്ലേ നീ? നീ കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് നിന്നെ കൊല്ലാമായിരുന്നു, ഞാൻ ചെയ്തില്ല. നിന്നെ ജീവിക്കാൻ വിട്ടു. ഞാൻ വോട്ട് തരാം നിനക്ക്. അതുകൊണ്ട് എന്ത് വേണോ ചെയ്യാം. ഓക്കെ, ഞാൻ നിന്റെ ഭാര്യയെ തിരിച്ചു തരാം. ഒരു ഷേപ്പ് ഷിഫ്റ്ററിനെ വെച്ച് തിരിച്ചു തരാം.
ഒന്ന് പറ, ഞാൻ നിന്റെ ലിംഗം വായിലിടാം, എന്തും ചെയ്യാം. ഞാൻ എന്താ നിന്റെ മലം തിന്നണോ? നിന്റെ മലം ഞാൻ തത്സമയം ടിവിയിൽ കാണിച്ചോണ്ട് തിന്നാം.